ഈ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് ശ്രോതാവായ നിങ്ങൾക്ക് സ്വാഗതം. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലുള്ള സേൺ ലബോറട്ടറി നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും അല്ലേ? ലോകത്തെ ഏറ്റവും വലിയ ഫിസിക്സ് ലബോറട്ടറി. അതെ, നമ്മൾ ഈ ഹിഗ്സ് ബോസോൺ അഥവാ ദൈവഗണമൊക്കെ കണ്ടെത്തിയ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ക്വാണ്ടം തലത്തിൽ അന്വേഷിക്കുന്ന ഇടം. തീർച്ചയായും. എന്നാൽ ഈ ഹൈടെക് സയൻസ് ലാബിന്റെ മുറ്റത്ത് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെ വരവേൽക്കാൻ നിൽക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വലിയൊരു വെങ്കല പ്രതിമയാണത്. 9ാം നൂറ്റാണ്ടിലെ ചോള സാമ്രാജ്യത്തിന്റെ കലാരൂപമായ ആ പ്രശസ്തമായ നടരാജ പ്രതിമ, പ്രപഞ്ച നൃത്തം ചെയ്യുന്ന സാക്ഷാൽ പരമശിവൻ. ശരിക്കും ക്വാണ്ടം ഫിസിക്സും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ആത്മീയ സങ്കല്പവും തമ്മിൽ എന്താണ് ബന്ധം? ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മൾ അതാണ് അഴിച്ചു പരിശോധിക്കാൻ പോകുന്നത്. എന്താ പറയാ, നമുക്കിതൊന്ന് അഴിച്ചു പരിശോധിക്കാം. അതെ, ഗവേഷണ ലേഖനങ്ങൾ, കശ്മീർ ശൈവമതം, ക്വാണ്ടം ഫിസിക്സ് എന്നിവയിലൂടെയൊക്കെയുള്ള ഒരു സഞ്ചാരമാണിത്. ആധുനിക ശാസ്ത്രവും പൗരാണിക ആത്മീയതയും എവിടെയാണ് ഒന്നിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? ആ സർണിലെ പ്രതിമ വെറുതെ ഒരു അലങ്കാരത്തിനായി അവിടെ വെച്ചതല്ലാന്ന് എനിക്ക് തോന്നുന്നു. ആരാണ് ശരിക്കും ഈ നടരാജൻ? വെറുമൊരു അലങ്കാരമല്ലാതെ നടരാജൻ എന്ന സങ്കല്പം ലോകത്തിന് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമഗ്രമായൊരു പ്രപഞ്ച മാതൃകയാണ്. നമ്മൾ ഹൈന്ദവ ദർശനങ്ങൾ പരിശോധിച്ചാൽ ഈ ആനന്ദ താണ്ഡവം എന്നത് 5 പ്രപഞ്ച പ്രക്രിയകളെയാണ് ഒറ്റ ബിന്ദുവിൽ പ്രതിനിധീകരിക്കുന്നത്. ഓ, 5 പ്രക്രിയകൾ എന്ന് വെച്ചാ? അതായത് പഞ്ചകൃത്യങ്ങൾ എന്ന് പറയും. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അതായത് മായ, പിന്നെ അനുഗ്രഹം. ഇതെല്ലാം ഒരേ സമയം നടക്കുന്ന ഒരു വലിയ വിസ്മയമാണ് നടരാജന്റെ ഈ നൃത്തം. വാവ്, ഇത് ഒരേ സമയം നടക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കൗതുകമെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ആ ശില്പത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു വലിയ വൈരുദ്ധ്യം കാണാം. എന്താണ് ആ വൈരുദ്ധ്യം? അതായത് ശിവന്റെ വലത്തെ മുകളിലെ കയ്യിൽ ഒരു ഡമരു ഉണ്ടല്ലോ, അത് പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യനാദമായ ഓംകാരധ്വനിയെ സൂചിപ്പിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത് ഇടത്തെ മുകളിലെ കയ്യിൽ എരിയുന്ന അഗ്നിയുണ്ട്, പഴയതിനെ ഇല്ലാതാക്കുന്ന സംഹാരത്തിന്റെ പ്രതീകം. ഇത് രണ്ടും ഒരേ ഫ്രെയിമിൽ വരികയാണ്. വളരെ കൃത്യമായ നിരീക്ഷണമാണത്. നോക്കൂ, നമ്മൾ മനുഷ്യർ സൃഷ്ടിയെയും സംഹാരത്തെയും ഒരു ലീനിയറായ സമയക്രമത്തിലാണ് കാണുന്നത്. ആദ്യം ജനിക്കുന്നു, പിന്നെ ജീവിക്കുന്നു, അവസാനം മരിക്കുന്നു. അതെ, നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. എന്നാൽ ഈ കോസ്മിക് ഡാൻസിൽ സൃഷ്ടിയും സംഹാരവും ഒരേ നാണയത്തിന്റെ 2 വശങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഈ നിമിഷം കോടിക്കണക്കിന് കോശങ്ങൾ മരിക്കുകയും പുതിയവ ജനിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അഗ്നിയും ഡമരുവും സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഈ നിരന്തരമായ മാറ്റത്തെയാണ്. ശരിയാണ്. പിന്നെ വലത്തെ താഴത്തെ കൈ അഭയമുദ്രയിലാണ് അല്ലേ? ഈ മാറ്റങ്ങളെ ഭയക്കേണ്ടതില്ല എന്നൊരുറപ്പ്. തീർച്ചയായും. ഒപ്പം ഇടത്തെ കാൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അത് മോക്ഷത്തെ, അതായത് ഭൗതികമായ പരിമിതികളിൽ നിന്നുള്ള ആത്മീയമായ മോചനത്തെയാണ് കാണിക്കുന്നത്. എനിക്കിവിടെ ചെറിയൊരു സംശയമുണ്ട്. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഈ സംശയം തോന്നിയിട്ടുണ്ടാകാം. ശിവന്റെ വലത്തെ കാൽ കീഴിൽ ഞെരിഞ്ഞമരുന്ന അപസ്മാരൻ എന്നൊരു അസുരനുണ്ടല്ലോ. അതെ, അപസ്മാര പുരുഷൻ, അജ്ഞാനത്തിന്റെ പ്രതീകമാണവൻ. എന്റെ ചോദ്യം അതാണ്, സംഹാരമൂർത്തിയായ ശിവന് എന്തുകൊണ്ടാണ് ഈ ചെറിയൊരു അസുരനെ ഒറ്റയടിക്ക് കൊന്നുകളയാൻ കഴിയാത്തത്? വെറുതെ അങ്ങനെ ചവിട്ടിപ്പിടിച്ച് നിൽക്കുന്നതെന്തിനാണ്? ഇവിടെയാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമുള്ളത്. അപസ്മാരനെ ഒരു ഭീകരനായ രാക്ഷസനായി കാണരുത്. അവൻ മനുഷ്യന്റെ അജ്ഞാനത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതീകമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അജ്ഞാനത്തെ പൂർണ്ണമായും കൊന്നൊടുക്കിയാൽ എന്താണ് സംഭവിക്കുക? എല്ലാവർക്കും എല്ലാം അറിയാം, എല്ലാവർക്കും എളുപ്പത്തിൽ ജ്ഞാനം ലഭിക്കില്ലേ? അതെ, അങ്ങനെ വന്നാ പിന്നെ യാതൊരു പ്രയത്നവുമില്ലാതെ എല്ലാവർക്കും ജ്ഞാനം ലഭിക്കും. ആരും ഒന്നും പഠിക്കേണ്ടതില്ല. പുതിയത് കണ്ടെത്താനുള്ള മനുഷ്യന്റെ ആകാംക്ഷ, ആ അന്വേഷണത്തിലൂടെ അവൻ ആർജിക്കുന്ന ആത്മീയമായ വളർച്ച, ഇതെല്ലാം ഇല്ലാതെയാവും. ഓ, അപ്പോ ഒരു എഫേർട്ടും ഇല്ലാതെ കിട്ടുന്ന അറിവിന് വലിയ വിലയുണ്ടാകില്ല അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. അതുകൊണ്ടാണ് പ്രയത്നത്തിന്റെയും അറിവിന്റെയും സന്തുലിതാവസ്ഥ നിലനിർത്താനായി അജ്ഞാനത്തെ എക്കാലത്തേക്കുമായി ശിവൻ തന്റെ കാൽക്കീഴിൽ നിയന്ത്രിച്ചു നിർത്തുന്നത്. അത് ശരിക്കും ഗംഭീരമായ ഒരു ചിന്തയാണ്. നമ്മളിലെ ഇരുട്ടിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയല്ല, അതിനെ ബോധപൂർവം നിയന്ത്രിച്ചു നിർത്തുകയാണ് വേണ്ടത്. ഇതിലെ മറ്റു ചില ചിഹ്നങ്ങൾ കൂടിയുണ്ടല്ലോ.
ശിവന്റെ പാറിപ്പറക്കുന്ന തലമുടിയിലെ ഗംഗാദേവി ദിവ്യമായ അറിവിന്റെ പ്രവാഹത്തെയും ചന്ദ്രക്കല പ്രപഞ്ച കാലചക്രത്തെയും സൂചിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഈ നടരാജന്റെ നൃത്തത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞു, പക്ഷേ ഇതൊരു സോളോ പെർഫോമൻസ് അല്ലല്ലോ. ശക്തിയില്ലാതെ ശിവനില്ല എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. അതെ, തീർച്ചയായും ഇതൊരിക്കലും ഒരു സോളോ നൃത്തമല്ല. ശരിക്കും പറഞ്ഞാൽ ശക്തിയില്ലാതെ നടരാജന് അനങ്ങാൻ പോലുമാകില്ല. ഈ പ്രപഞ്ച നൃത്തത്തിൽ ശക്തിയുടെ പങ്ക് വളരെ വലുതാണ്. ഞാൻ കശ്മീർ ശൈവമതത്തെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഉദാഹരണം കണ്ടു. ശ്രോതാക്കൾക്ക് അത് എളുപ്പം മനസ്സിലാകുമെന്ന് കരുതുന്നു. നമ്മൾ ഒരു പെയിന്റിംഗ് എടുക്കുകയാണെങ്കിൽ ശിവൻ എന്നത് ആ ക്യാൻവാസാണ്. പൂർണ്ണമായും ശൂന്യമായ ഒരു പശ്ചാത്തലം. അതെ. എന്നാൽ ശക്തി ആ ക്യാൻവാസിലെ നിറങ്ങളാണ്, ചിത്രമാണ്. പഴയ ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശിവൻ നിശ്ചലമായ രൂപം അഥവാ ഫോം ആണെങ്കിൽ ശക്തി ചലനാത്മകമായ ദ്രവ്യം അഥവാ ആക്റ്റീവ് മാറ്റർ ആണ്, അല്ലേ? വളരെ കൃത്യമായ ഉപമയാണത്. ആദിപരാശക്തി എന്ന ദിവ്യ സ്ത്രീ ഊർജത്തെയാണ് ഇത് കാണിക്കുന്നത്. ശിവനും പാർവതിയും അഥവാ ഈ അർദ്ധനാരീശ്വര സങ്കല്പം സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിലെ പുരുഷ സ്ത്രീ ഊർജങ്ങളുടെ പരിപൂർണമായ സന്തുലിതാവസ്ഥയാണ്. എന്നുവെച്ചാൽ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജീസിന്റെ പൂർണ്ണമായ ബാലൻസ്. പക്ഷേ ശിവൻ നിശ്ചലമായ ഒന്നാണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും വലിയൊരു ശക്തിയാകുന്നത്? കശ്മീർ ശൈവ മതം പറയുന്നത് ശിവൻ മാറ്റമില്ലാത്ത നിശ്ചലമായ ശുദ്ധ ബോധമാണ് എന്നാണ്, പ്യുവർ കോൺഷ്യസ്നെസ്. എന്നാൽ ശക്തി ആ ബോധത്തിൽ നിന്നുമുണ്ടാകുന്ന ചലനമാണ്, സ്പന്ദനമാണ്. ഓ, സ്പന്ദനം എന്ന് പറയുമ്പോൾ ഒരു വൈബ്രേഷൻ. അതെ. ശക്തിയില്ലാതെ ശിവൻ സൃഷ്ടിയോ സ്ഥിതിയോ സംഹാരമോ സാധ്യമല്ല. ബോധം മാത്രം പോരാ, അതിനൊരു ഊർജം വേണം. അതുകൊണ്ടാണ് ശക്തിയെ പ്രപഞ്ചത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്നത്. ശക്തിയില്ലാത്ത ശിവൻ ശവത്തിന് തുല്യമാണ് എന്ന് പറയാറില്ലേ? അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു ആശയമാണ്. അപ്പോ ശിവനൊരു ആധാരമാണ്, ശക്തി അതിലെ പ്രവർത്തനമാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? കാരണം യൂട്യൂബ് ഷോർട്സുകളിലും സിനിമാറ്റിക് വിവരണങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു ബ്രഹ്മാണ്ഡ കാഴ്ച ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ചുറ്റും നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, ശൂന്യാകാശം. ഈ പൗരാണിക സങ്കല്പങ്ങൾ ആധുനിക ശാസ്ത്രവുമായി എങ്ങനെയാണ് യോജിച്ചു പോകുന്നത്? അത് മനസ്സിലാക്കാൻ നമ്മൾ ആസ്ട്രോഫിസിക്സിലേക്കൊന്ന് നോക്കണം. പ്രധാനമായും അഭിജിത് സർക്കാരിന്റെ ശിവ തിയറി പോലെയുള്ളവ ഈ പ്രപഞ്ച ദർശനത്തെ വളരെ മനോഹരമായി ശാസ്ത്രവുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? നോക്കൂ, പ്രപഞ്ചത്തിന്റെ 27% വരുന്നത് ഡാർക്ക് മാറ്റർ അഥവാ അദൃശ്യ ദ്രവ്യമാണ്. ഗാലക്സികളെ ഒന്നിച്ചു നിർത്തുന്ന നിശ്ചലമായ ചട്ടക്കൂടാണ് ഇത്. ശരിക്കും ശിവനെ പോലെ നിശ്ചലനായ ഒന്ന്, ഈ കോസ്മിക് അസറ്റിക് ഫ്രെയിംവർക്ക്. വാവ്! അപ്പോൾ ഡാർക്ക് മാറ്റർ ആണ് ശിവനെങ്കിൽ ഈ പ്രപഞ്ചത്തെ വികസിപ്പിക്കുന്ന ഡാർക്ക് എനർജി ഉണ്ടല്ലോ, സൃഷ്ടിപരമായ ഊർജത്തെയാണ് കുറിക്കുന്നത്. ഗാലക്സികളെ പരസ്പരം അകറ്റിക്കൊണ്ട് പ്രപഞ്ചത്തെ വികസിപ്പിക്കുന്ന ചലനാത്മകമായ ഊർജം. എന്നുവെച്ചാൽ ശിവൻ എന്ന നിശ്ചലമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ശക്തി എന്ന അദൃശ്യ ഊർജം പ്രപഞ്ചത്തെ അനന്തമായി വികസിപ്പിക്കുന്നു. ഇതൊരു ഗംഭീര കോറിലേഷനാണല്ലോ. അതെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയ ഈ കോസ്മിക് ബാലൻസ് ഇന്നത്തെ ശാസ്ത്രവുമായി ഇത്രത്തോളം ചേർന്നു നിൽക്കുന്നത് അത്ഭുതം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സർണിലെ ശില്പത്തിലേക്ക് തന്നെ തിരികെ വരാം. ആ ശില്പത്തിന് താഴെ ഭൗതിക ശാസ്ത്രജ്ഞനായ ഫ്രിഡ്ജോഫ് കാപ്രയുടെ ഒരു വാചകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉപ ആണവ കണങ്ങൾ നിരന്തരം സൃഷ്ടിക്കപ്പെടുകയും നശിക്കുകയും ചെയ്യുന്ന ഈ ക്വാണ്ടം ലോകം സാക്ഷാൽ നടരാജന്റെ താണ്ഡവം തന്നെയാണ് എന്ന്. തികച്ചും ശരിയാണ്. കാരണം ക്വാണ്ടം ഫിസിക്സിൽ നമ്മൾ കാണുന്ന യാതൊന്നും നിശ്ചലമല്ല. നിരന്തരം ശൂന്യതയിൽ നിന്ന് കണങ്ങൾ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നു. ഒരു ക്വാണ്ടം നൃത്തം എന്ന് പറയാമല്ലേ? അതെ. ബിഗ് ബാങ് എന്ന മഹാവിസ്ഫോടനം, കാലചക്രങ്ങൾ, താപഗതികത്തിലെ അഥവാ തെർമോഡൈനാമിക്സിലെ എൻട്രോപ്പി, ഇവയെല്ലാം ഈ പ്രപഞ്ച നൃത്തത്തിന്റെ ശാസ്ത്രീയമായ പ്രതിഫലനങ്ങളാണ്. അപ്പോ പ്രപഞ്ചത്തെയും ക്വാണ്ടം ഫിസിക്സിനെയും കുറിച്ചുള്ള ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ രസകരമാണ്. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച്, സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിലെന്താണ് കാര്യം? വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ നൃത്തം നടക്കുന്നത് എവിടെയോ ആകാശത്തോ ലാബിലോ മാത്രമല്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണുള്ളത്. ഈ നൃത്തത്തിലെ സംഹാരം
നമ്മളിലെ അഹങ്കാരത്തെയും പഴയ ചിന്തകളെയും ഇല്ലാതാക്കുന്ന ആന്തരിക സംഹാരമാണ്. ആന്തരിക സംഹാരമോ? അതായത് നമ്മളുടെ ഉള്ളിലെ നെഗറ്റീവ് സ്വഭാവങ്ങളെ നശിപ്പിക്കുകയാണോ? ഇതിന് പുരാണങ്ങളിൽ ഉദാഹരണങ്ങളുണ്ടോ? തീർച്ചയായും. ശിവൻ കാമദേവനെ, അതായത് മനുഷ്യന്റെ അനാവശ്യമായ ആഗ്രഹങ്ങളെ തൃക്കണ്ണ് തുടർന്ന് ദഹിപ്പിച്ച കഥ ഓർമ്മയില്ലേ? അതുപോലെ ത്രിപുരദഹനം, അഹങ്കാരത്തിന്റെ 3 രൂപങ്ങളെ ദഹിപ്പിക്കുന്നത്. ഇതിന്റെ എല്ലാം ഉദാഹരണങ്ങളാണത്. ശരിയാണ്. നമ്മൾ കൂടുതൽ മികച്ചവരാകാൻ നമ്മുടെ ഉള്ളിലെ ചില പഴയ സ്വഭാവങ്ങളെ, മോശം ചിന്തകളെ നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ മുന്നോട്ടു പോകാനാകില്ല. അപ്പോ ഈ ആന്തരിക ഊർജത്തെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? അവിടെയാണ് കുണ്ടലിനി ശക്തി കടന്നുവരുന്നത്. ശിവന്റെ കഴുത്തിലെ പാറിപ്പറക്കുന്ന സർപ്പം കുണ്ടലിനി ശക്തിയുടെ പ്രതീകമാണ്. ഇത് നമ്മുടെ നട്ടെല്ലിന്റെ താഴെ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ഊർജമാണ്. ഓ, അപ്പൊ ഈ ഊർജത്തെ നമ്മൾ ഉണർത്തണമല്ലേ? അതെ. കൃപാലു ലേഖനത്തിലെ ആശയങ്ങൾ കടമെടുത്ത് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തിലെ ഊർജവുമായി സംവദിക്കാൻ പഠിക്കണം. സംവദിക്കുക എന്ന് വെച്ചാൽ സ്വന്തം എനർജിയോട് സംസാരിക്കുക എന്നാണോ? അതെങ്ങനെയാണ് പ്രായോഗികമായി ചെയ്യുക? അതായത് ഈ ഊർജത്തെ ഒരു ശത്രുവായിട്ടല്ല, മറിച്ച് ഒരു സുഹൃത്തായി കണ്ട് സമീപിക്കുക. ധ്യാനത്തിലൂടെ നമ്മുടെ ഉള്ളിലെ വൈകാരികമായ മുറിവുകളെ സുഖപ്പെടുത്താനും പരമമായ ശാന്തി കണ്ടെത്താനും ഇത് സഹായിക്കും. അടിച്ചമർത്തുന്നതിനു പകരം അതിനെ അംഗീകരിക്കുക. വാവ്! ഇതിപ്പോൾ നമ്മൾ 9-ാം നൂറ്റാണ്ടിലെ ചോള കാലഘട്ടത്തിലെ വെങ്കല ശില്പങ്ങളിൽ തുടങ്ങി സ്വിറ്റ്സർലൻഡിലെ സേൺ ലബോറട്ടറിയിലൂടെ കടന്ന് ഇപ്പോൾ മനുഷ്യന്റെ നട്ടലിലെ കുണ്ടലിനി ശക്തിയിൽ വരെ എത്തി നിൽക്കുന്നു. നടരാജശക്തി സങ്കല്പത്തിന്റെ വിശാലത ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതെ, വളരെ വിശാലമായൊരു ദർശനമാണിത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ വലിയ സങ്കല്പത്തെ ഒരു സാധാരണക്കാരനെ എങ്ങനെ ഉൾക്കൊള്ളാനാകും? നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം നമ്മൾ ഈ വലിയൊരു പ്രപഞ്ച താളത്തിന്റെ ഭാഗമാണെന്നതാണ്. നമ്മുടെ ഓരോ ശ്വാസവും സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും ഒരു ചെറിയ നൃത്തമാണ്. എന്നുവെച്ചാൽ നമ്മളും ഈ കോസ്മിക് ഡാൻസിൽ പങ്കെടുക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. പ്രതിസന്ധികൾ വരുമ്പോൾ അത് അവസാനമല്ല, അതൊരു പുതിയ മാറ്റത്തിലേക്കുള്ള സംഹാരമാണെന്ന് തിരിച്ചറിയണം. അതെ, മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. ഈ ആഴത്തിലുള്ള അന്വേഷണം നമ്മൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. എന്നാൽ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക്, അതായത് ശ്രോതാവിന്, മുമ്പ് നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു പുതിയ ചിന്ത കൂടി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണത്? നൽകിയിട്ടുള്ള വിവരങ്ങളിൽ ഒരിടത്ത് പ്രപഞ്ചത്തെ രക്ഷിക്കാൻ ശിവൻ ഹാലാഹല വിഷം കുടിച്ച് കഴുത്തിൽ സൂക്ഷിച്ച സമുദ്രമഥനത്തിന്റെ കഥ പറയുന്നുണ്ട്. അതെ, നീലഗംഗൻ എന്ന പേര് വന്നതിന് പിന്നിലെ ആ വലിയ ത്യാഗം. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ അനന്തമായ ഈ സൃഷ്ടി സംഹാര നൃത്തത്തിൽ നിങ്ങളുടെ ആന്തരിക പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ, നിങ്ങളെ കാർന്നു തിന്നാൻ അനുവദിക്കാതെ നിങ്ങൾ ഉൾക്കൊള്ളുന്നതും താങ്ങി നിർത്തുന്നതുമായ ആ വിഷങ്ങൾ അഥവാ നെഗറ്റീവ് ഊർജങ്ങൾ എന്തൊക്കെയാണ്? അതൊരു പഴയ ഓർമ്മയാകാം, വേദനയാകാം. നിങ്ങളുടെ സ്വന്തം കോസ്മിക് ഡാൻസ് തുടരുമ്പോൾ ഈ ചോദ്യം നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. വളരെ ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമാണത്. ഈ പ്രപഞ്ചം നിശ്ചലമല്ല, അതൊരു നിരന്തര നൃത്തത്തിലാണ്. അതെ, കാലത്തിന്റെയും ഊർജത്തിന്റെയും ആ അനന്തമായ നൃത്തത്തിൽ കൃപയുണ്ട്, താളമുണ്ട്, പരമമായ മോചനവുമുണ്ട്. ഈ കോസ്മിക് ഡാൻസിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലും പ്രതിഫലിക്കട്ടെ. വീണ്ടും കാണാം. നീലകണ്ഠന്റെ ആ നൃത്തം നിങ്ങളുടെ ഉള്ളിലും തുടരട്ടെ.